ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം 53-ാം ദിവസം. മൈത്രേയൻ തുടർന്നു. ബ്രഹ്മാവ് തന്റെ സൃഷ്ടികളായ 10 പ്രജാപതിമാരോട് ഭൂമിയിൽ സൃഷ്ടി തുടരാൻ ആവശ്യപ്പെട്ടു. അതിലൊരാളായ കർദമൻ 10,000 കൊല്ലം തപസ്സിലായിരുന്നു. ക്രിയായോഗവും സമാധിയും ചേർന്ന് ഈ തപശ്ചര്യയാൽ കർദമൻ ഭഗവാനിൽ പൂർണ്ണമായും സ്വയം സമർപ്പിച്ചിരുന്നു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് തന്റെ മഹിമയാർന്ന രൂപം മുനിക്ക് കാട്ടിക്കൊടുത്തു. ഹൃദയം നിറഞ്ഞ ഭക്തി പാരവശ്യത്തോടെ കർദമൻ ഭഗവത്പാദങ്ങളിൽ വീണു. ഭഗവാനെ, ആ പാദാരവിന്ദങ്ങൾ ഇഹലോകത്തിലെ മുഷഞ്ഞ ജീവിതവും സംസാരക്കടലും ക്ഷണത്തിൽ കടത്തിക്കൊണ്ടുപോകാൻ പര്യാപ്തമാണ്. അജ്ഞരായവർ മാത്രമേ സ്വന്തം ലൗകിക സുഖത്തിനും നേട്ടങ്ങൾക്കും വേണ്ടി അവയെ പൂജിക്കൂ. അങ്ങയുടെ യഥാർത്ഥ ഭക്തന്മാർ ലൗകിക സുഖത്തിൽ നിന്ന് വിട്ട് സദാ ഭഗവത് പ്രേമമത്തരായിത്തീരും. അങ്ങയാൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന കാലചക്രത്തിൽ ജീവന്റെ ഇഹലോകവാസം നിമിഷം പ്രതി ചെറുതായി വരുന്നു എന്നും അവർക്കറിയാം. അങ്ങയുടെ ഭക്തന്മാരുടെ ഏതാഗ്രഹവും അങ്ങാണല്ലോ സാധിച്ചു തരുന്നത്. സൃഷ്ടികർത്താവിന്റെ ആജ്ഞ അനുസരിക്കാൻ വേണ്ടി എനിക്കൊരു വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് പുണ്യവതിയും അങ്ങയോട് അതിരറ്റ ഭക്തിയുമുള്ള ഒരു പെൺകുട്ടിയെ ഭാര്യയായി കിട്ടാൻ ഇടയാക്കിയാലും. ഭഗവാൻ പറഞ്ഞു, സൃഷ്ടിക്കപ്പെട്ടവരിൽ അഗ്രഗണ്യനായ മഹാമുനെ, എന്നോടുള്ള ഒരു പ്രാർത്ഥനയും വെറുതെയാവാൻ പറ്റില്ല തന്നെ. നിന്റെ മനസ്സിലുള്ള ഈ ആഗ്രഹം നീ പറയുന്ന മുമ്പേ എനിക്കറിയാമായിരുന്നു. നേരത്തെ തന്നെ ഞാൻ അത് അനുവദിക്കുകയും ചെയ്തിരുന്നു. സ്വയം ഭൂമനു ചക്രവർത്തി തൻ്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരും. നിനക്ക് 9 പെൺകുട്ടികൾ ഉണ്ടാവുകയും ചെയ്യും. നിന്റെ ഇഹലോക കടമകളെല്ലാം തീർത്തു കഴിയുമ്പോഴേക്കും നിസ്വാർത്ഥവും അഹങ്കാരരഹിതവുമായ ജീവിതം കൊണ്ട് എന്നെ സാക്ഷാത്കരിക്കുവാനും ഏകത്വം കൈവരിക്കാനും നിനക്ക് കഴിയും. എല്ലാ ജീവികളിലും കരുണ ഉള്ളവനായും യാതൊരു ജീവജാലങ്ങൾക്കും നിന്നോട് പേടിയോ വിദ്വേഷമോ ഇല്ലാതെയും നിനക്ക് ഈ വിശ്വം മുഴുവൻ എൻ്റെ തന്നെ രൂപമെന്ന് കാണാനാകും. ഞാൻ സ്വയം നിനക്ക് പുത്രനായി പിറന്ന് സത്യം വെളിപ്പെടുത്തുകയും ചെയ്യും. ഭഗവാൻ മറഞ്ഞ ശേഷവും കർദമൻ സന്തോഷ ഉന്മാദത്തിലായിരുന്നു. കർദമന്റെ കുടിൽ പ്രകൃതിരമണീയമായ ബിന്ദു സരോവരത്തിന്റെ തീരത്തായിരുന്നു. ഭഗവത് പ്രേമമത്തനായ കർദമനെ കണ്ട സന്തോഷത്തിൽ ഭഗവത് നേത്രങ്ങളിൽ നിന്നു വീണ കണ്ണുനീർ ബിന്ദുവാണ് സരോവരമായി തീർന്നത്. അതീവ സൗന്ദര്യവും ദൈവീകതയും നിറഞ്ഞ ചുറ്റുപാടുകൾ, പരമമായ സമാധാനത്തിന്റെ അന്തരീക്ഷം. ഭഗവത് വിധി പോലെ ഒരു ദിനം ചക്രവർത്തി തന്റെ മകൾ ദേവഹൂതിയുമായി പർണശാലയിൽ വന്നു. കർദമൻ ചക്രവർത്തിയെ ഉപചാരപൂർവ്വം സ്വീകരിച്ചു. സ്വയം രാജ്യമുടനീളം സന്ദർശിച്ച് ദുഷ്ടനിഗ്രഹം നടത്തി ശിഷ്ടപരിപാലനം ചെയ്യുന്ന രാജാവ് ഭഗവാന്റെ ഒരംശം തന്നെയാണല്ലോ. ധർമ്മത്തെ പരിപാലിക്കുകയും അധർമ്മത്തെ നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യാൻ ജനങ്ങളോട് ഇടപഴകി തന്നെയാണ് ഒരു രാജാവ് കഴിയേണ്ടത്. അല്ലെങ്കിൽ ദുഷ്ടരുടെ എണ്ണം പെരുകി അധർമ്മം നിലനിൽക്കാനിടവരും. അങ്ങയുടെ ആഗമനോദ്ദേശം വെളിപ്പെടുത്തിയാലും എനിക്ക് അങ്ങയ്ക്ക് വേണ്ടി എന്തു ചെയ്യാൻ കഴിയും?